Node.js tutorial chapter 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലോക്കൽ മോഡ്യൂൾസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കോർ മോഡ്യൂൾസിനെ കുറിച്ച് പഠിച്ചു. ലോക്കൽ മോഡ്യൂൾസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മോഡ്യൂൾസിനെയാണ് നമ്മൾ ലോക്കൽ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ കോർ മോഡ്യൂൾസ് ഉപയോഗിച്ച് അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് റിക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കതിനെ ആ ഒരു മോഡ്യൂൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുക. നമുക്ക് തൽക്കാലം ഈ കാണുന്നതെല്ലാം ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മോഡ്യൂൾ, ലോക്കൽ മോഡ്യൂൾ. നമ്മളിവിടെ modules.js എന്ന് കൊടുക്കുന്നു. ഇതിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ നമ്മളിവിടെ സേ ഹലോ എന്ന് കൊടുക്കുന്നു. സേ ഹലോ ഇതുപോലെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിനുള്ളിൽ നമ്മൾ console.log ഹലോ ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ്, സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ index.js ഉപയോഗിക്കണമെങ്കിൽ നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ വരിക, അതിനുശേഷം മോഡ്യൂൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഈക്വൽ ടു നമ്മൾ ഈ ഫംഗ്ഷൻ നെയിം കൊടുക്കുക, സേ ഹലോ, സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ index.js വരിക. നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് കോൺസ്റ്റൻ്റ് ആയി ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാറായി ഡിക്ലെയർ ചെയ്യാം, ലെറ്റായി ഡിക്ലെയർ ചെയ്യാം. നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് എന്ന് കൊടുക്കുന്നു. കോൺസ്റ്റൻറ്റ് സേ ഹലോ അതേ പേര് തന്നെ കൊടുക്കാം. നമ്മൾ റിക്വയർ modules.js എന്ന് പറയുന്ന നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. താഴെ വരിക. താഴെ വന്ന ശേഷം നമ്മൾ ജസ്റ്റ് സേ ഹലോ ഇതുപോലെ ഫംഗ്ഷൻ കോൾ ചെയ്യാം. കോൾ ചെയ്ത ശേഷം നമുക്ക് താഴെ വന്ന ശേഷം റൺ ചെയ്യാം. നോഡ് ഇൻഡെക്സ് എൻ്റർ ചെയ്യുക. നമുക്കിവിടെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് ലഭിക്കും. ആക്ച്വലി ഇത് ഈ ഒരു മോഡ്യൂളിൽ, അതായത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിലെ ഫംഗ്ഷൻ ആയിരുന്നു സേ ഹലോ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. ഇതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്തു. ഇത്തരത്തിൽ നമുക്ക് ലോക്കൽ മോഡ്യൂൾസ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായി നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അനോണിമസ് ഫംഗ്ഷന് നമുക്ക് പേരുണ്ടായിരിക്കില്ല. നമ്മൾ അതിനെ ഒരു വേരിയബിളിലോട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നതായിരിക്കും. കോൺസ്റ്റൻറ്റ് ഹലോ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ടതും ഹലോ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളാണ്. സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ഇവിടെ വരിക. ഇവിടെ വന്ന ശേഷം ഇവിടെയും നമ്മൾ ഹലോ എന്ന് കൊടുക്കുക. കോൺസ്റ്റൻറ്റ് ഹലോ. നമ്മളിവിടെ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഹലോ ഈ രീതിയിൽ കോൾ ചെയ്യാം, സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് ഒരു ഫംഗ്ഷനും അതുപോലെ അതിൻ്റെ കൂടെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ, ഉദാഹരണമായി നമുക്കതിനെ ഒരു ഒബ്ജക്റ്റായിട്ട്, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എഴുതുന്നത് നമ്മൾ കോൺസ്റ്റൻറ്റ് ഹലോ എന്ന് തന്നെ കൊടുക്കുന്നു. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു കർലി ബ്രാക്കറ്റിനുള്ളിലായിരിക്കും. ഇതിനെ നമ്മൾ നെയിം വാല്യൂ പെയർ ആയിരിക്കും. നെയിം എന്ന് പറയുന്നത് ആ ഒരു വാല്യൂവിനെ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു വേരിയബിളായി കണക്കാക്കാം. നമ്മളിവിടെ നെയിം, നമ്മളിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ കോമ കൊടുക്കാം. അതിനുശേഷം ഏജ് അല്ലെങ്കിൽ പ്ലേസ് കൊടുക്കാം. പ്ലേസ് നമ്മൾ കാലിക്കറ്റ് എന്ന് കൊടുക്കുന്നു. കാലിക്കറ്റ് കോമ കൊടുക്കാം. ഈ ഒരു ഒബ്ജക്റ്റിനുള്ളിലെ പ്രോപ്പർട്ടീസും മെത്തേഡ്സുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്തായൊരു മെത്തേഡ് അഥവാ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഗ്രീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ നെയിം കൊടുത്ത ശേഷം നെയിം വാല്യൂ പെയർ കൊടുക്കുമ്പോൾ നമ്മൾ കോളനാണ് കൊടുക്കേണ്ടത്. ഗ്രീറ്റ് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഇതിനുള്ളിൽ നമ്മൾ console.log നമ്മൾക്കൂടെ ഇവിടെ പ്ലസ് നെയിം എന്ന് കൊടുക്കാം. ദിസ് ഡോട്ട് നെയിം എന്ന് വരും. അതുപോലെ പ്ലസ് ഫ്രം പ്ലസ് ദിസ് ഡോട്ട് പ്ലേസ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ഈ ഹലോ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു. താഴെ വന്നതിന് ശേഷം നമ്മളിവിടെ console.log നമുക്ക് ഓരോന്നും ആ ഒരു ഒബ്ജക്റ്റിലുള്ള ഹലോ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലുള്ള ഓരോ മെത്തേഡ്സും കാര്യങ്ങളെല്ലാം നമുക്കങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ഹലോ ഡോട്ട് നെയിം സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്യാം. നോഡ് ഇൻഡെക്സ് നമുക്കിവിടെ ജോൺ എന്ന് ലഭിക്കും. ജോൺ എന്ന് പറയുന്നത് ഹലോ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലെ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആയിരുന്നു.
അതുപോലെ നമുക്ക് പ്ലേസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇതുപോലെ ആക്സസ് ചെയ്യാം. പ്ലേസ് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് എന്ന് ലഭിക്കും. ഓക്കെ, നമുക്ക് ഇനി ആ ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാമെന്ന് നോക്കാം. ഫംഗ്ഷൻ പേര് ഗ്രീറ്റ് എന്നായിരുന്നു. സോ നമ്മൾ ഇവിടെ വന്ന ശേഷം ഹലോ ഡോട്ട് ഗ്രീറ്റ് ഇതുപോലെ കൊടുക്കാം. സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് നോഡ് ഇൻഡെക്സ് നമുക്കിവിടെ ആദ്യത്തെ ഇതിൻ്റെ കൺസോളിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാലിക്കറ്റ് എന്ന് ലഭിച്ചത്. താഴെ നമുക്ക് ഐ ആം ജോൺ ഫ്രം കാലിക്കറ്റ് എന്ന് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലസ് കൊടുത്തെഴുതുന്നതിന് പകരമായി നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ബാക്ക് ടിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിൽ ടാബ് എന്ന് പറയുന്ന ബട്ടന് മുകളിലുള്ള ബട്ടനാണ്. സോ ബാക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ട്രിങ്ങും വേരിയബിളും ഒരുമിച്ച് എഴുതാം. സോ ഐ ആം ഇതുപോലെ നമ്മൾ വേരിയബിൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ $സൈൻ കൊടുക്കുക. കർലി ബ്രാക്കറ്റിനുള്ളിൽ നെയിം ദിസ് ഡോട്ട് നെയിം എന്ന് തന്നെ കൊടുക്കുക. ദിസ് ഡോട്ട് നെയിം ഫ്രം $സൈൻ നമുക്കിതുപോലെ ഡോട്ട് പ്ലേസ് സേവ് ചെയ്യാം. ഇത് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ആം ജോൺ ഫ്രം കാലിക്കറ്റ്. നമുക്ക് ബാക്ക് ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രിങ്ങും വേരിയബിളും എല്ലാം ഇതുപോലെ നമുക്ക് കൊടുക്കാം. വേരിയബിൾ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കർലി ബ്രാക്കറ്റും ഇതുപോലെ $സൈനും ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ കൊടുക്കാം. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. കോമ കൊടുത്ത ശേഷം അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മെസ്സേജ് നമുക്ക് ഫംഗ്ഷൻ ഇതിനുള്ളിൽ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് സാമ്പിൾ മെസ്സേജ് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ വരിക. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മൾ കൺസോൾ ഡോട്ട് ഹലോ ഡോട്ട് ഗ്രീറ്റ് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഐ ആം ജോൺ ഫ്രം കാലിക്കറ്റ് ലഭിക്കും. അതുപോലെ നമുക്ക് മെസ്സേജ് ഹലോ ഡോട്ട് മെസ്സേജ് കൂടി ഒന്ന് കോൾ ചെയ്യാം. ഹലോ ഡോട്ട് മെസ്സേജ് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സാമ്പിൾ മെസ്സേജ് എന്ന് ലഭിക്കും. ഈ സാമ്പിൾ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹലോ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിരുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ മെത്തേഡ്സും ഫംഗ്ഷൻസും ഒരുപാട് ഫംഗ്ഷൻസും നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ലോക്കൽ മോഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മോഡ്യൂളിലെ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.